അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ഇപ്പോൾ കുറേ മാസങ്ങളായി, അതായത് ഒരു വർഷത്തോളം മുകളിലായി നമ്മൾ ഇസ്രായേലിലും അതുപോലെ പാലസ്തീനിലും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് ഇസ്രായേൽ വളരെ രൂക്ഷമായ രീതിയിലാണ് ഗാസയിലേക്ക് ബോംബിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അവിടെ ഇനി ഒരു ബിൽഡിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെയെല്ലാം തച്ചുടിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവങ്ങളായ ഒരുപാട് ആളുകൾ അവിടെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വീടും സ്വത്തുമെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമുക്കെന്താണ് ചെയ്യാൻ കഴിയുന്നത്? നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എത്രയും പെട്ടെന്ന് അവിടെ യുദ്ധം തീരാനും അതോടൊപ്പം തന്നെ അവിടെയുള്ള ആ പാവങ്ങളായ ആളുകൾക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ എത്തിക്കാനുള്ള ഒരു നടപടി ഉണ്ടാവണമെന്ന് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. കാരണം വളരെ ശോചനീയമായ അവസ്ഥയാണ് നിലവിൽ ഇന്ന് പാലസ്തീനുള്ളത്. അതുകൊണ്ട് നമ്മൾ പാലസ്തീന് വേണ്ടി ദുആ ചെയ്യുക. കാരണം ഓരോ ദിവസങ്ങളിലും നമ്മൾ പത്രങ്ങളിലും TV ന്യൂസുകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും എല്ലാവരുടെയും മനസ്സിനെ തളർത്തിക്കളയുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളൊക്കെ ഒരുപാട് സൗഭാഗ്യങ്ങൾ അനുഭവിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പാലസ്തീനിലെ മക്കൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി, അതുപോലെ ഒരു നേരത്തെ ഒരു ഇറ്റ് വെള്ളം കിട്ടുന്നതിന് വേണ്ടി അവർ ഒരുപാട് ബുദ്ധിമുട്ടുന്നു. നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം തന്നെ പാലസ്തീൻ മക്കളെ അള്ളാഹു രക്ഷിക്കണമെന്ന് നമ്മൾ ദുആ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ സിറാജുദ്ദീൻ ഉസ്താദ് ലൂർദ് ഹോസ്പിറ്റലിലാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി ഇച്ചിരി മോശമാണ്. അപ്പോൾ അദ്ദേഹം ഹോസ്പിറ്റലിലാണുള്ളത്. നിലവിൽ ഉസ്താദിന് ഒരു പരിപാടികളിലൊന്നും പങ്കെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് ഉസ്താദ് അറിയിച്ചു. അതോടൊപ്പം തന്നെ ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യാനും ഉസ്താദ് അറിയിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ ദിവസവും അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നമ്മളെ കാക്കാനും അതുപോലെ നമ്മളെ വേണ്ടപ്പെട്ടവരെ കാക്കാനും ഒക്കെ ആയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എല്ലാവരും പാലസ്തീൻ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു.